പ്രേക്ഷകരെ അതായത് നമ്മൾ അടുത്ത ഒരു മാസം ഏറെ ആയി കാണും. നമുക്ക് അമേരിക്കയിൽ നിന്ന് ലഭ്യമാകുന്നതൊക്കെ തന്നെ ഇരട്ടി പ്രഹരങ്ങളാണ്. ആദ്യം നികുതിയുമായി ബന്ധപ്പെട്ട്, പിന്നെ പകരച്ചുങ്കം ചുമത്തുന്നു. ഇപ്പോൾ ഇതാ H1B വിസയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക നമ്മെ സംബന്ധിച്ചോളം അത് പ്രാബല്യത്തിൽ കൂടി വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചോളം അമേരിക്കയുടെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ വരുന്ന ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നൊക്കെ പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് എന്തായിരിക്കും? ഇതിനൊക്കെ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു വളരെ ആപ്റ്റായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അഭിലാഷ് മോഹനാണ്. അഭിലാഷ് ഇന്ന് SPT സൂപ്പർ പ്രൈം ടൈമിന്റെ തിരക്കിലാണ്. അഭിലാഷ് ഒരു രണ്ട് മിനിറ്റ് അതായത് അഭിലാഷിനെ വിളിക്കാൻ കയറിച്ചാൽ അഭിലാഷ് അറിയാലോ, എനിക്കൊന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്നത്. ഒരാഴ്ച മുമ്പിൽ തിരിച്ച് അവിടെ ഒരു മാസമായി US പോയി തിരികെ എത്തിയതേ ഉള്ളൂ അഭിലാഷ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന ആളല്ലേ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അഭിലാഷ് അറിയാലോ, നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ ആമുഖം അതിൻ്റെ ആവശ്യമില്ല എങ്കിലും എന്താണ് ഇതിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയുന്നത് അവിടെയുള്ള വാർഷിക ഫീസല്ല, അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. എന്താണ് ശരിക്കും? കാരണം ഞാനിപ്പോൾ നോക്കിയായിരുന്നു, കാരണം ഈ IT മേഖലയും ബന്ധപ്പെട്ട് വലിയ ആശങ്ക, ഓഹരികൾ ഇടിയുന്നു, ഈ ദിവസത്തിലെ കാര്യങ്ങളാണ്. എന്താണ് ശരിക്കും അതിൻ്റെ ഒരു ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം H1B പ്രോഗ്രാമിൻ്റെ 2022 മുതൽ ഇങ്ങോട്ടുള്ള ഒരു 2 വർഷത്തെ കണക്കെടുത്താൽ 72% H1B വിസ ഹോൾഡേഴ്സും ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരെന്ന് പറയുമ്പം ഇന്ത്യയിൽ നിന്നുള്ള സ്കിൽഡ് എംപ്ലോയീസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ജയിച്ചിട്ടുള്ള, അതായത് നമ്മൾ ഈ STEM വർക്ക് എന്ന് പറയും, ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക തൊഴിലുകൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് IT രംഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ നിലയിൽ നമ്മുടെ ഏറ്റവും ഹൈ ടാലൻസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അമേരിക്കയിൽ ജോലി നോക്കാനുള്ള അവസരം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നോക്കൂ, ആമസോണാണ് ഏറ്റവും കൂടുതൽ H1B വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ സമീപ വർഷങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ 10,000-ൽ കൂടുതൽ H1B വിസ ആമസോൺ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഈ പറഞ്ഞ ഒരു 2 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഇനി ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികൾ, അതായത് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ 20,000 വിസകളാണ് നമ്മുടെ ഇൻഫോസിസ്, TCS പോലെയുള്ള കമ്പനികൾ, ഇൻഫോസിസ്, TCS, വിപ്രോ പോലെയുള്ള കമ്പനികളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 20,000 വിസ അവർ ഇഷ്യൂ ചെയ്തു. ഇപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ $1 ലക്ഷം എന്ന് പറഞ്ഞാൽ 88 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. അതായത് ഒരു കമ്പനി ഹയർ ചെയ്യുന്ന കമ്പനിയാണല്ലോ ഈ വിസ ഫീ പേ ചെയ്യുക. അപ്പോൾ ഒരു ഇന്ത്യൻ എംപ്ലോയിയെ, അതായത് വളരെ മിടുക്കനായ നമ്മുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജയിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ എംപ്ലോയിയെ ഇപ്പോൾ ആമസോണിന്, അതല്ലെങ്കിൽ മെറ്റയ്ക്ക്, അതല്ലെങ്കിൽ ഗൂഗിളിന് ജോലിക്ക് എടുക്കണം എങ്കിൽ 88 ലക്ഷം രൂപ അധികമായി ചിലവാവുകയാണ്. പുതുതായിട്ടൊരു വിസ കൊടുക്കണമെങ്കിൽ 88 ലക്ഷം രൂപ അധികമായി ചിലവാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും 88 ലക്ഷം രൂപ അധികമായി ചിലവാക്കി ഒരാളെ ജോലിക്ക് എടുക്കണോ എന്ന് അവർ ആലോചിക്കും. അതുകൊണ്ട് തന്നെ ഈ H1B വിസ പ്രോഗ്രാം തന്നെ ആത്യന്തികമായി ഇല്ലാതാവുന്ന നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക. അതായത് ഏറ്റവും കൂടുതൽ പക്ഷേ IT മേഖല എന്താണ് ഇങ്ങനെ ഒരു വലിയ ആശങ്ക? അതായത് H1B വിസ പ്രോഗ്രാം വഴി ഈ നിലവിലുള്ള കണക്കനുസരിച്ച് 66% H1B വിസകളും IT മേഖലയിലാണ്. വലിയ ടെക് കമ്പനികൾ, മെറ്റ, ഗൂഗിൾ അടക്കമുള്ള ടെക് കമ്പനികളാണ് ഹയർ ചെയ്യുന്നത്. അതായത് തൊഴിൽ ഫോഴ്സ്, അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു യുവാവിനെ സംബന്ധിച്ച് അയാളൊരു ഉന്നത വിദ്യാഭ്യാസം ഏറ്റവും മികച്ച നിലയിൽ പൂർത്തീകരിച്ച് അമേരിക്കയിൽ ജോലി കാംക്ഷിക്കുന്ന ഒരു യുവാവിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിലവിലുള്ള H1B വിസ ഹോൾഡേഴ്സിന് പ്രശ്നമില്ല. പക്ഷെ പുതുതായി വിസ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഈ വലിയ $1 ലക്ഷം എന്ന് പറയുന്നത് 3,000 മുതൽ 5,000 വരെ ചിലവുണ്ടായിരുന്നത് $1 ലക്ഷം വർദ്ധിപ്പിക്കുമ്പോൾ പുതുതായിട്ട് ഈ H1B വിസ പ്രോഗ്രാം വഴി ആളുകൾക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. തൊഴിൽ കമ്പോളത്തിൽ ഇന്ത്യൻ യുവാക്കൾക്ക് തിരിച്ചടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് അമേരിക്കയിൽ പോയി ജോലി ചെയ്യുക, നമ്മുടെ ഒരു യുവാവ് ഇപ്പോൾ കേരളത്തിൽ ഒരാൾ എടുക്കൂ, അയാൾ വളരെ മികച്ച നിലയിൽ +2 പാസ്സായതിനു ശേഷം ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം പൂർത്തീകരിച്ച് അമേരിക്കയിൽ പോയി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആവട്ടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആവട്ടെ, ഏതെങ്കിലും ഒരു തൊഴിലിൽ അയാൾ അങ്ങേയറ്റം എക്സലൻസ് ഉള്ള ഒരാൾക്ക് ഇനി തുടർന്ന് അമേരിക്കയിൽ ജോലി ചെയ്യാമെന്നുള്ളൊരു വലിയ സ്വപ്നത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. എന്തായിരിക്കാം ഒരു ദൂരവ്യാപകമായ രീതിയിലാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു റെക്ടിഫിക്കേഷനുള്ള സാധ്യത എന്തെങ്കിലും? ഇതൊന്ന് ഇന്ത്യ സ്പെസിഫിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ പ്രത്യാഘാതം ഉണ്ടാവുന്ന പീയൂഷ് ഗോയലും ടീമും അടുത്ത ആഴ്ച പോവുകയാണ്. പ്രത്യേകിച്ച് താരിഫുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും അക്കാര്യത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത്. എങ്കിൽ പോലും ഇത് ഇന്ത്യയെ സംബന്ധിച്ചാണ് ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 72% H1B വിസ ഹോൾഡേഴ്സും ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ ചൈന 17% ഉള്ളൂ. ബാക്കിയുള്ള ശതമാനമാണ് മറ്റുള്ള രാജ്യക്കാരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രതികരണം തന്നെ ഇത്
ഡിസ്റപ്ഷൻ ഉണ്ടാക്കും, ഫാമിലികളെ തന്നെ കുടുംബങ്ങളെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയുണ്ട്. ഒരു പക്ഷേ ഒരു ആശയവിനിമയം നടന്നേക്കാം. പക്ഷേ നോക്കൂ, ഇതൊരു ഒരു പൊളിറ്റിക്കൽ ലൈനാണ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നത്. അവരുടെ സ്ലോഗൻ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗയാണല്ലോ. അപ്പോൾ അമേരിക്കക്കാർക്ക് തൊഴിലവസരം, നിങ്ങൾ ഈ വലിയ വലിയ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും ജോലി കൊടുക്കാതെ അമേരിക്കക്കാരൊക്കെ ജോലിക്ക് വെക്കൂ, അമേരിക്കക്കാരന് ജോലി, നിലപാടാണ്. ഇതാണ് അവരുടെ മെയിൻ നിലപാട്. പക്ഷേ കമ്പനികളെ സംബന്ധിച്ച് നല്ല ടാലന്റിനെ കിട്ടാതെ വരും. അപ്പോൾ ഓഫ് ഷോറിംഗ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ പോകാതെ ഇന്ത്യയിൽ നിന്ന് തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം അവർക്കുണ്ടാവും. പക്ഷേ അത് ഇത്ര വലിയ ശമ്പളം കിട്ടുന്ന ജോലി ആയിരിക്കുമോ? GCC സംവിധാനം വർദ്ധിക്കും, പക്ഷേ അത് എത്രമാത്രം ഗുണകരമാവുന്നുള്ളത് കാത്തിരിക്കും. അതാണ് അപ്പോൾ ദൂരവ്യാപകമായിട്ടുള്ള അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ട് എന്നാണ് പലതവണ അമേരിക്കയിലേക്ക് പോയ അഭിലാഷ് വ്യക്തം. അഭിലാഷ്,